എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ പാവയ്ക്ക കൊണ്ടൊരു തീയലുണ്ടാക്കാൻ പോകും. രണ്ട് പാവയ്ക്ക. കാരണം ഇത് എടുക്കുമ്പോൾ തന്നെ അവിടെ എൻ്റെ വീഡിയോഗ്രാഫറുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. നമ്മൾ ഇത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ. അപ്പോൾ രണ്ട് പാവയ്ക്ക എടുക്കുന്നത് ഇതുകൊണ്ടൊരു തീയലുണ്ടാക്കിയെടുക്കുക. നല്ല തേങ്ങ വറുത്തരച്ച്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ കഴിച്ച് ശീലിച്ചവർക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തരച്ച് തീയലുണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞു കൊണ്ടുവരാം ഇതിനെ. അപ്പോൾ നമ്മൾ പാവയ്ക്കെല്ലാം നല്ലപോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഇവിടെ കണ്ടതേ പുളിയിട്ട വെള്ളമാണിത്. ഇതിനെ നല്ലപോലെ ഒന്ന് ഞരടി എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാവയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊരു അരമണിക്കൂറോളം ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കാം നമുക്കിതിനെ ഇങ്ങനെ. അപ്പോൾ കുറച്ച് കയ്പ്പൊന്ന് മാറിക്കിട്ടും. നമ്മുടെ പാവയ്ക്കതെ ഒരു മണിക്കൂർ ഞാൻ ഈ പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. നമുക്കപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. എല്ലാം എന്നിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുപ്പിലെ തീ കത്തിച്ചിട്ട് ഈ ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒരു മുറി തേങ്ങ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് അരമുറി തേങ്ങ നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം വറക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. തേങ്ങ മാത്രം ഞാൻ ഇടുകയാണ്. ഇങ്ങനെ തേങ്ങ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകില്ല. തേങ്ങ നല്ലപോലെ മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറാവണം. അതിൽ നിന്ന് ആ ഒരു തേങ്ങയുടെ എണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഊറി വരും. ആ സമയം വരെ നമുക്കൊന്ന് ഇങ്ങനെ വറുത്തെടുക്കാം തേങ്ങ. ഇപ്പം ഇതിൽ നിന്ന് ആ ഒരു എണ്ണ ഊറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് നമുക്കങ്ങ് ഇറക്കി മാറ്റി വെച്ചേക്കാം. തണുക്കട്ടെ, കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. നമുക്കിനി പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. കുറച്ചായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മളുടെ ചാനൽ നിങ്ങൾ
കാണുന്ന വ്യൂവേഴ്സ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്കൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷൻ നമുക്ക് കോരി മാറ്റാം. ഇത്രയും മുരിഞ്ഞാൽ മതി. ഒരുപാട് മുരിച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. പാവയ്ക്ക കുറച്ച് കടിക്കാനും കൂടെ കിട്ടണം. അപ്പോഴേ പാവയ്ക്ക തീയലാവുള്ളൂ. ഇതെല്ലാം കോരി മാറ്റാം. കൂട്ടുകാരെ, തേങ്ങ നമ്മൾ വറുത്തത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം ചേർക്കാതെ നല്ല എണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടണം നമുക്ക് തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞാൽ. നല്ല സെറ്റപ്പായിട്ട് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ കിട്ടണം. കണ്ടോളൂ, വെള്ളം ചേർത്തിട്ടില്ല, നല്ലപോലെ വറുത്ത് അരച്ചെടുത്ത തേങ്ങ, വെള്ളം ചേർക്കാതെ. നമുക്ക് അടുപ്പ് എത്തിച്ചിട്ടെ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതേ എണ്ണ തന്നെ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലികൾ, അതേപോലെ തന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പില. ഇത്രയുമാണ് നമ്മൾ താളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിട്ട സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പില എല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് മഞ്ഞൾപ്പൊടി തേങ്ങ വറുത്തരച്ചപ്പോൾ ചേർത്തിട്ടില്ല. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഉപ്പിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും പുളിയായിരിക്കും ചേർക്കുന്നത്. ഞാൻ വിനെഗർ ചേർക്കുന്നത് എനിക്കിത് കുറച്ച് നാൾ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. വിനെഗർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് 1 മാസത്തോളം വെച്ച് യൂസ് ചെയ്യാൻ കഴിയും. നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഉണ്ട ശർക്കര, അത് പൊടിച്ചതാണത്. ഒരു 2 സ്പൂണും ചേർത്തിട്ടുണ്ട്. ശർക്കര ഒരുപാടാവരുത്. മധുരം മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് മാത്രം പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റ് ആയിരിക്കണം അതിന് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളുടെ പാവയ്ക്ക തീയൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.